കർത്താവെ, എല്ലാ ജനതകളും അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ എന്നരുൾ ചെയ്ത യേശുനാഥ. നല്ലൊരു വചനവാക്യവും കൂടി ഞാൻ വായിക്കാൻ പോവുകയാണ്. ലൂക്ക 1:20. യഥാകാലം പൂർത്തിയാക്കേണ്ട നിന്റെ വചനം വിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിരിക്കും. ഇവ സംഭവിക്കുന്നവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഞാൻ വചനം വിശ്വസിച്ചതുകൊണ്ട്, സത്യമായിട്ട് ഈ അമ്മ വചനം ഒത്തിരി വിശ്വസിച്ചു. അപ്പം അമ്മയ്ക്ക് മൂകനായിട്ട് ഇരിക്കേണ്ടി വന്നു. പള്ളിയിൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ വന്ന പിതാവിൻ്റെ സെക്രട്ടറി ആയിരിക്കണ ഒരു വൈദികനാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മളെ ഈ ഗസമൻ തോട്ടത്തിൽ വൈദ്യനായിരിക്കണം. അപ്പോൾ ആ വൈദ്യൻ വന്നപ്പം എല്ലാ ആൾക്കാരും കൂടെ കൂട്ടത്തോടെ അവിടെ പോയി പറഞ്ഞ് ഇവള് പാടരുത്, പ്രാർത്ഥന ഉറച്ച് ചൊല്ലരുതെന്നൊക്കെ പറഞ്ഞു. അപ്പം വൈദ്യൻ എന്നെ വിളിച്ച് പറഞ്ഞു, ആ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഉറച്ച് പാടരുത്, ഉറച്ച് പാട്ട് പാടണം. അമ്മ ഈ പള്ളിയിൽ തലയിൽ കൈവച്ച് നിലവിളിച്ചു, അയ്യോ എൻ്റെ പാട്ട് നിന്ന് പോയേന്ന്. അപ്പോൾ ഈ വചനത്തിലുള്ളതായിരുന്നോ എന്നുള്ളത് ഇപ്പോഴാണ് അമ്മയ്ക്കത് ഒത്തിരി കേട്ടപ്പോൾ വചനത്തിൽ നടന്നതാണ് ഇവിടെ എനിക്ക് സംഭവിച്ചത്. അപ്പോൾ അമ്മ പള്ളിയിൽ ഈ ഗസമൻ തോട്ടത്തിൽ കയറി അമ്മ പാടൂല, അമ്മ ഉറച്ച് പ്രാർത്ഥനയൊന്നും ചൊല്ലൂല. എന്നുവെച്ചാൽ അങ്ങനെ പാടണ്ടെന്ന് ഒരു ദൈവം പറഞ്ഞാൽ അമ്മയ്ക്ക് അനുസരിച്ചേ പറ്റൂ മക്കളെ, അനുസരിച്ചേ പറ്റൂ. ഈ ദൈവം പറഞ്ഞാൽ അമ്മയ്ക്ക് അനുസരിച്ചേ പറ്റൂ. അമ്മ അത് അനുസരിക്കുകയാണ്. അത്രയ്ക്ക് അമ്മ വചനത്തിനെ വിശ്വസിച്ചപ്പോൾ അമ്മയ്ക്ക് വന്ന ആ ഒരു ഇതാ. അപ്പോൾ വചനത്തിൽ തന്നെ ഉണ്ട്, യഥാകാലം പൂർത്തിയാക്കേണ്ട നിന്റെ വചനം വിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായി ഇരിക്കും, സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ വൈദ്യൻ അത് ആ വചനത്തിൽ നടന്നതുപോലെ പറയും പോലെ നടന്നു മക്കളെ. ഈ പള്ളിയിൽ അമ്മയ്ക്കും അത്രയ്ക്ക് ഭയങ്കര ഒരിതാണ്. അമ്മ ഗസമൻ തോട്ടത്തേക്ക് എത്രയും പെട്ടെന്ന് വരും. എൻ്റെ ചെല്ല മക്കളെല്ലാം സുഖമായിരിക്കണം. അമ്മ ഇതുവരെയും വന്നില്ല, എന്നിട്ട് എന്തായാലും എത്രയും പെട്ടെന്ന് വരും. അമ്മയ്ക്ക് വരണം. നിങ്ങളൊക്കെ സന്തോഷമായിരിക്കണമല്ലോ അല്ലേ ചെല്ല മക്കളുകൾ, ഹാപ്പി ആയിരിക്കണമല്ലോ അല്ലേ? നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. മടി പിടിച്ച് ആരും ഇരിക്കേണ്ട, എല്ലാവരും നല്ല ഉത്സാഹിച്ച് കിടന്ന് ഉറങ്ങണ മക്കൾ, ജോലിക്ക് പോകാതെ കിടന്ന് ഉറങ്ങണ മക്കളുണ്ടെങ്കിൽ എല്ലാവരും ചൊടിയാ എഴിച്ച് ജോലിക്ക് എല്ലാവരും ഓടിപ്പോയിക്കുക. എല്ലാവർക്കും ദേഹം വേദനയും എല്ലാവർക്കും എല്ലാ വിഷമങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങളെല്ലാം ജോലികൾ അവരോരോ ജോലികൾ കറക്റ്റായി ചെയ്ത്, എന്ന് വെച്ചാൽ അത് 5-6 സമയം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇത്തിരി പ്രായം തെറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചെയ്യാൻ പറ്റുന്ന സമയം നമ്മൾ ചെയ്യാതിരുന്ന അത് പിന്നീട് നമ്മൾ വിഷമിക്കേണ്ടി വരും. ജോലിക്ക് വിളിച്ചിട്ട് ആരും ജോലിക്ക് പോകാതെ മടി പിടിച്ച് റൂമുകളിൽ ഗൾഫുകളിലൊക്കെ ചിലവർ മൂടി പോയിച്ച് കിടന്ന് ഉറങ്ങണമായിരിക്കും. അവരൊക്കെ വിചാരിക്കുക ഇനി എന്നും ഈ ഒരു അവസരം കിട്ടുമോ? ഇല്ല, അവസരം എന്നും വരൂല മക്കളെ, നമ്മളെ തേടി അവസരം വരൂല. ഭരണ അവസരത്തിന് നമ്മളെന്തെങ്കിലും പാഴാക്കരുത്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കാതെ നമ്മളെന്തൊരു പ്രയോജനം ചെയ്യണം. അത് നമുക്ക് നമ്മളെ മക്കൾക്ക്, നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മളെ മക്കൾക്കൊന്നും കിട്ടില്ല. അവരെ കുടുംബമൊക്കെ നമ്മളെ മക്കളും ഭാര്യയൊക്കെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പം നമ്മൾ മൂടി പൊതിച്ച് ഉറങ്ങാതെ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് കഴിച്ച് നമുക്ക് ശരീരസുഖമുള്ള കാലമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ മക്കളെ? അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. ദൈവം തന്ന കഴിവ് നമുക്ക്, ദൈവം ഇപ്പോൾ ആരും ജോലി ചെയ്യാതെ തിന്നരുതെന്ന് ആരോടെയും പറഞ്ഞിട്ടില്ല. എല്ലാവരും ജോലി ചെയ്ത് കഷ്ടപ്പെട്ടാണ് ജീവിക്കേണ്ടത്. അമ്മയ്ക്കും 2 പശുവുണ്ട്, അമ്മയ്ക്കും ഭർത്താവ് കൃഷി ചെയ്യണു. ഈ പശു ഉള്ളതുകൊണ്ട് ചാണകമൊക്കെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ അമ്മയും ജീവിക്കുന്നത്. അപ്പോൾ ജോലി അത് ചെയ്താൽ തന്നെ മക്കളെ നമുക്ക് ജീവിക്കാൻ പറ്റും, മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാതെ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ മടി പിടിക്കാതെ നമുക്ക് കിട്ടിയ ജോലികൾ, നമുക്ക് കിട്ടിയ അവസരങ്ങൾ അതെല്ലാം നമ്മൾ പാഴാക്കാതെ, നമ്മൾ ചിലപ്പം ജോലിക്ക് ആരോധരം വിളിച്ചാൽ പോലും നമ്മൾ ചിലപ്പം പോവാതെ മടിച്ച് കിടക്കാതെ എല്ലാം നമ്മളത് പ്രയോജനമായിട്ട് നമ്മളെ മക്കൾക്ക്, നമ്മളെ കുടുംബത്തിന്, നമുക്ക് ജോലി ചെയ്താലും നമുക്ക് കടമില്ലാതെ നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് കടവും ബാധ്യതയും അടുത്തവർ നമ്മളെ ചിരിക്കാൻ കണക്കിനുള്ള ഇതൊക്കെ അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കും. നമ്മളാണ് അതൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ജോലികൾ നമ്മൾ ഒരു നാണക്കേടും വിചാരിക്കുക. എന്തൊരു ജോലി ചെയ്യലും ഒരു ജോലിക്ക് നാണക്കേടില്ല മക്കളെ. എല്ലാ ജോലികളും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സന്തോഷം തന്നെ, ദൈവം അനുഗ്രഹം ആ ഭവനത്തിൽ വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളൊന്ന് മടി പിടിച്ചിരിക്കാതെ എല്ലാ ചില മക്കളും പെട്ടെന്ന് കഴിച്ച് എല്ലാവരും ഉഷാറായിട്ട് ജോലിക്ക് പോവുക. ഓരോരോ ജോലികൾ, പെണ്ണുങ്ങൾക്കും ജോലി ചെയ്യാം. എനിക്ക് പെൺപിള്ളേരോടെയും പെണ്ണുങ്ങളോടെയാണ് ഭയങ്കര ഇഷ്ടം. എന്ന് വെച്ചാൽ ഞാനും ഒരു പെണ്ണാണ്, ഒത്തിരി വേദനകൾ അനുഭവിച്ചു. പെണ്ണാന്ന് ജനിച്ചപ്പോഴേ എൻ്റെ പപ്പയ്ക്ക് കേട്ടപ്പം വിഷമമായ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ പെണ്ണാണ്, പക്ഷേ പൊന്നു മക്കളെ. അതുകൊണ്ട്
പെൺമക്കളും ഒത്തിരി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഓരോരോ ആ മക്കൾ ചിലപ്പോൾ വയ്യ അടങ്ങുന്നിടത്ത് ചില പെൺമക്കളാണ് ചിലയിടത്ത് ജോലി ചെയ്ത് കുടുംബം പോറ്റണത്. അതുകൊണ്ട് പെണ്ണെന്നില്ല ആണെന്നില്ല, എല്ലാ മക്കളും ദൈവത്തിന് ഒന്നുപോലെയാണ് മക്കളെ. എൻ്റെ ചെല്ല മക്കളുകൾ, എൻ്റെ സ്വരം കേൾക്കണം, എല്ലാ മക്കളുകളും സന്തോഷമായിരിക്കണം. ഈ ഇത്രയും നല്ല പ്രവചിക്കാൻ കഴിവുള്ള അമ്മയാണ് അമ്മ. 2 രോഗികൾക്ക് ഇവിടെ രോഗസൗഖ്യം കൊടുത്തു. പിന്നീട് കൂടുതൽ അവിടെ ആർക്കും അമ്മ പ്രാർത്ഥിക്കാൻ പോയില്ല, പ്രാർത്ഥിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മ അല്ല 2 പേര്, ഒരാൾ മരണാവസ്ഥയിൽ നിന്ന് ഇപ്പോഴും ത്രേസ്യാപുരം പള്ളിയിൽ തടി ഇടിച്ച് വീണ മക്കളെ. മരിക്കുമോ എന്ന് ചോദിച്ചു, ഭാര്യ മരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മരിക്കൂല, എഴിച്ച് പള്ളിയിൽ വരുമോയെന്ന് പറഞ്ഞു. അതേപോലെ കിടയിൽ കിടന്ന് ഓരോ ദിവസം കിടയിൽ കിടന്ന് ഒരാളെ 25,000 രൂപ കൊടുത്ത് ഹോം നൈസായിട്ട് ഈ ത്രേസ്യാപുരത്ത് ഹോം നൈസായിട്ട് വച്ച് ജോലിക്ക് നിവർത്തിയില്ലാതെ 5-6 ദിവസം ജോലിക്ക് ആളെ വെച്ച് നോക്കിയ ഒരു വ്യക്തിയുടെ കാര്യമാണ് അമ്മ പറയണത്. എഴിച്ച് പള്ളി വരുമോ? ഞാൻ പറഞ്ഞു വരും, ഒരു കുഴപ്പമില്ല. മരിക്കുമോ എന്ന് ചോദിച്ച വ്യക്തിയാണ് എൻ്റെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, മരിക്കൂല, എഴിച്ച് പള്ളി വരും. ദൈവം അത്രയ്ക്ക് അത്ഭുതം അമ്മേരെ വായ കൊണ്ട്. അമ്മ ഒരാളെ പേരെടുത്ത് വിളിച്ച് പറഞ്ഞാലേ മക്കളോ അവരൊക്കെ ഭയങ്കരമായിട്ട് വളരുന്നു എന്നാണ് ഇവിടെ എനിക്ക് കേൾക്കാൻ കിട്ടിയ അറിവ്. അതുകൊണ്ട് അമ്മ ആരും പേര് പറയണ്ട, ഞാൻ ആരെയും പേര് പറയണ്ടെന്നാണ് പറയണത്. പേര് പറഞ്ഞാൽ അവരൊക്കെ വളരുമെന്നാണ് പറയുന്നത്. ശരി, ഏതായാലും ഡോക്ടേഴ്സൊക്കെ അവരെയൊക്കെ പേര് പറയുമ്പോൾ അവരൊക്കെ ഒത്തിരി വളരും. അതുകൊണ്ട് ആരെയും പേര് പറയണില്ല. എനിക്ക് 2 ഡോക്ടേഴ്സ് ഉണ്ട് എൻ്റെ ജീവനായി എന്ന് വെച്ചാൽ എൻ്റെ ദൈവത്തിനെ പോലെ. അതുപോലെ എൻ്റെ വൈദികർ ആരെയും ഒന്നും പേരെടുത്ത് ഞാൻ പറയണില്ല. എന്നാലും എല്ലാവരും നല്ല സന്തോഷമായിരിക്കണം. എൻ്റെ ഡോക്ടേഴ്സ്, എല്ലാ ഡോക്ടർമാരും. ഒരു ഡോക്ടർക്ക് പറയുമ്പോൾ വേറെയുള്ള ഡോക്ടർക്കെല്ലാം വിഷമം തോന്നും ഒരാളെ പേര് പറയണമെന്ന്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും എല്ലാ നേഴ്സും എല്ലാവരും എനിക്കെൻ്റെ മക്കളെ പോലെ തന്നെ. അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളെ ജോലികൾ കറക്റ്റായി ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അതിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം തന്നെ ചെയ്യും മക്കളെ. ഈ കരുണയുടെ സഹായവും നിങ്ങളെല്ലാ സഹായം, ഒരാളെ കൊണ്ട് ഒരു സഹായം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല മക്കളെ. ഒരു ഡോക്ടറായാലും ശരി, ഒരു വലിയ ഒരു സ്ഥാനത്ത്. പക്ഷേ എല്ലാവരും കൂടെ കൂടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സഹായങ്ങൾ ഒത്തിരി ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ വൈദ്യനിൽ കൂടി എനിക്കിനി ഗസമൻ തോട്ടത്തിൽ പോകുമ്പോൾ എൻ്റെ അച്ഛനോട് ചോദിക്കണം, എനിക്കിതിൽ എത്ര കിടക്കണമെന്ന് എനിക്ക് നോക്കാൻ, മൊബൈലിൽ നോക്കാൻ, അടിച്ച് നോക്കാൻ അറിഞ്ഞൂടാ മക്കളെ. എന്നാലും ഇന്ന് ബാങ്കിൽ പോകുമ്പോൾ ഒന്ന് നോക്കണം, ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് വൈദ്യനോട് സംസാരിക്കണം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും ഇതെന്ത് ചെയ്യണം? ഇതിൽ കൈത്താങ്ങ് തരണം. ഒരാളെ കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റുമോ? ഇല്ല. എന്നെ കൊണ്ട് മാത്രം, ഈ അമ്മയെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മക്കളെല്ലാം കൂടി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. അമ്മ വയ്ക്കട്ടെ മക്കളെ, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നു കൊള്ളുന്നു. നിങ്ങളെല്ലാം സന്തോഷവും സമാധാനവും നിങ്ങളെ കുടുംബജീവിതവും എല്ലാം നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എല്ലാ വാക്കുകളും നിർത്തുകയാണ്.